മുന്നേ തന്നെ ഇയാൾ ചിലപ്പോൾ ഫിനാൻഷ്യലി ഒക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഫാമിലി ലൈഫിൽ ട്രബിൾസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു അത് ഓരോരുത്തർ സിറ്റുവേഷൻ വെച്ചെടുക്കുക. ആ ഒരു പേഴ്സൻ്റെ അതായത് നിങ്ങളെ കാണുമ്പോൾ അയാൾ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അയാളാണെങ്കിൽ അയാളുടെ പാസ്റ്റ് ലൈഫിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പാസ്റ്റിൽ ഒരുപാട് തകർച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഓർത്തും അതിനെപ്പറ്റി വിഷമിച്ചൊക്കെ തന്നെയാണ് ആ ഒരു പേഴ്സൺ ജീവിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അയാളുടെ ജീവിതത്തിൽ ട്രബിൾസ് മാത്രമാണ് അയാൾക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ അയാൾക്ക് അതേപോലെ പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ ഒരുപാട് വൂണ്ടഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. അതായത് ജീവിതത്തിൽ യാതൊരു തരത്തിലൊരു ഹോപ്പും കാര്യങ്ങളും അയാൾക്കില്ലായിരുന്നു. ജീവിതം തന്നെ നശിച്ചു പോയ ആ ഒരു അവസരത്തിലാണ് നിങ്ങളെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സണെ എല്ലാ തരത്തിലും ഇമോഷണലി ഒക്കെ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് നല്ല രീതിയിലുള്ള എല്ലാ തരത്തിലും അയാൾക്ക് ഒരു ഉപദേശവും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും അയാൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ തമ്മിൽ അയാൾ ഇത്രയും ട്രബിളൊക്കെ ഫേസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് റിലേഷൻഷിപ്പിലോട്ട് വരാനും വലിയ താല്പര്യമില്ല. അതായത് എന്തുണ്ടെങ്കിലും അയാൾക്ക് നെഗറ്റീവായിട്ടാണ് അയാളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ആയിരിക്കും എന്നൊക്കെ ഒരു സംശയം കാര്യങ്ങളൊക്കെ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡൗട്ട് അടിച്ചിട്ടൊക്കെ തന്നെയായിരുന്നിരിക്കും ആ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ നിങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഒരുപാട് ഹെൽപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ പതുക്കെ ആ ഒരു പേഴ്സണ് നിങ്ങളോട് ഇഷ്ടങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ഇന്നർ സ്ട്രെങ്ത് ഒക്കെ കൂടി, അതായത് അയാൾ അയാൾക്ക് ഒരുപാട് ട്രബിൾ ഉള്ളത് കൊണ്ട് തന്നെ അയാൾ ശരിക്കും പറഞ്ഞാൽ ലോ വൈബ്രേഷനിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ അയാൾക്ക് ഒട്ടും ധൈര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ അയാളുടെ ജീവിതത്തിൽ ചെന്നതിന് ശേഷം അയാൾക്ക് ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അയാൾ ശരിക്കും നല്ലൊരു രീതിയിൽ തന്നെയാണ് വന്നിരുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ അയാളുടെ ജീവിതത്തിൽ കിട്ടിയപ്പോൾ അയാളുടെ ജീവിതത്തിൽ കൊച്ചിലെ ഒരുപാട് കാര്യങ്ങൾ അയാൾ അനുഭവിച്ചിട്ടുണ്ട്. ചൈൽഡ്ഹുഡ് ഒരുപാട് ട്രബിൾസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള നല്ലൊരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒന്നും അയാൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാം ട്രബിൾ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ അപ്പോൾ നിങ്ങൾ അയാളുടെ ജീവിതത്തിൽ ചെന്നപ്പോൾ അയാൾക്ക് അയാളുടെ അതായത് ചെറുപ്പകാലം തിരിച്ച് കിട്ടിയ ഒരു ഫീലായിരുന്നു. നിങ്ങൾ അയാളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും കെയർ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ അനുഭവിക്കാത്ത ആ ഒരു സ്റ്റേജിലോട്ടൊക്കെ അയാൾ പോവുകയും പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു കൊച്ചിലെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഒക്കെ കാണുമായിരിക്കും. ചിലപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ ആരെങ്കിലും മരിച്ചു പോവോ, അതല്ലെങ്കിൽ അയാളിൽ നിന്ന് അകന്നു പോവോ, എന്തെങ്കിലും തരത്തിലൊക്കെ വേറെ സ്ഥലത്തോട്ട് പോവോ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ കാണുമായിരിക്കും. ചിലപ്പോൾ ആ ഒരു കൊച്ചിലത്തെ ആ ഒരു സ്കൂൾ ടൈമിലൊക്കെ. അപ്പോൾ അവരെയൊക്കെ ചിലപ്പോൾ അയാൾക്ക് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അവരായിരിക്കും അയാൾക്ക് കൂടുതൽ കെയറും സപ്പോർട്ടും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു പേഴ്സൺ. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങളെ കണ്ടതിന് ശേഷം അയാൾക്ക് വീണ്ടും ഓർമ്മ വരികയും അയാൾ ചെറുപ്പത്തിലോട്ട് തിരിച്ചു പോകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് അയാൾക്ക് അത്രയ്ക്കും പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ അയാൾക്ക് അയാളുടെ